അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 28 ഇഞ്ച് നീളത്തിൽ, ഇഞ്ച് അളവാണ് പറയുന്നത്, 28 ഇഞ്ച് നീളത്തിൽ നമ്മൾ 2 ഓസിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് വണ്ണത്തിലുള്ള ഓസാണ് ഇത്. പിന്നെ നമ്മൾ എടുത്തത് 20 ഇഞ്ച് നീളത്തിൽ ഒരു പൈപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വയറിങ് PVC ആണ്. വയറിങ്ങിന് ഉപയോഗിക്കുന്ന PVC 25 mm, അതായത് 1 ഇഞ്ച് പൈപ്പ്. അതിൽ 20 ഇഞ്ചിൽ നമ്മൾ ഒരു പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ തന്നെ വയറിങ്ങിൻ്റെ തന്നെ പിന്നെ ടീ ബെൻഡ്, അതായത് 4 പീസ്, അതായത് വയറിങ്ങിന് ഉപയോഗിക്കുന്ന ബെൻഡ് 1 ഇഞ്ചിൻ്റെ തന്നെയാണ്, അത് നമ്മൾ 4. പിന്നെ അതാ പ്ലംബിങ്ങിൻ്റെ ഒരു അത് 1 ഇഞ്ച്. പിന്നെ നമ്മളിതാ 1 ഇഞ്ച് തന്നെ നമ്മൾ വയറിങ്ങിൻ്റെ പൈപ്പ്, നമ്മൾ ആദ്യം എടുത്ത പൈപ്പിൻ്റെ 2 ചെറിയ പീസുകൾ, അതായത് 5 ഇഞ്ച് നീളത്തിലാണ് ഈ 2 പീസുകൾ നമ്മൾ എടുത്തത്. ഇനി നമുക്കിതാ ഈ നമ്മുടെ പൈപ്പ്, അതായത് 5 ഇഞ്ചിൽ നമ്മൾ എടുത്ത ചെറിയ പൈപ്പ് നമ്മൾ ടീയിൽ കടത്തുന്നുണ്ട്. ടീ പൈപ്പിൽ നമ്മൾ ഇതേപോലെ കയറ്റി വെക്കുന്നുണ്ട്. അത് 2 പൈപ്പിലും നമ്മൾ അതേപോലെ ടീ കയറ്റി വെക്കുന്നുണ്ട്. നടുഭാഗത്തായിട്ട് നമ്മൾ ടീ കയറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സാധനങ്ങൾ, നമ്മുടെ ബാക്കിയുള്ള സാധനം നമ്മളൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓസ് എടുത്തിട്ട് നമ്മൾ ഈ ഫിറ്റ് ചെയ്ത നമ്മുടെ ടീയും പൈപ്പും ഉള്ള നമ്മുടെ ചെറിയ പൈപ്പിൽ നമ്മൾ ഒരു ഭാഗത്ത് ഓസിൻ്റെ ഒരു ഭാഗം കയറ്റുന്നുണ്ട്. ഇനി ഈ പൈപ്പിൻ്റെ മറുഭാഗത്ത് നമ്മുടെ രണ്ടാമത്തെ ഓസിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ അതും കയറ്റുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും നമ്മൾ കയറ്റി കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് തിരിച്ച് വെച്ചിട്ട് ഓസിൻ്റെ രണ്ടാമത്തെ ഭാഗം മറുഭാഗം നമ്മൾ അടുത്ത പൈപ്പിൽ നമ്മൾ എടുത്തു വെച്ച ചെറിയ പൈപ്പിൽ നമ്മൾ കയറ്റുന്നുണ്ട്. ഓസിൻ്റെ രണ്ടാമത്തെ ഭാഗം നമ്മുടെ പൈപ്പിൻ്റെ മറുഭാഗത്തും നമ്മൾ കയറ്റി. ഇതേപോലെ അപ്പോൾ നമുക്കൊരു റൗണ്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ 20 ഇഞ്ചിൻ്റെ നമ്മുടെ പൈപ്പ് എടുത്തിട്ട് നമ്മൾ ഒരു ടീ നമ്മൾ ഒരു ഭാഗത്ത് കയറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പ്ലംബിങ് ടീ നമ്മൾ അതിൽ പൈപ്പിൽ കയറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ ടീ നമ്മൾ അടുത്ത സൈഡിൽ, പൈപ്പിൻ്റെ അടുത്ത സൈഡിൽ നമ്മൾ കയറ്റുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ പ്ലംബിങ്ങിൻ്റെ പൈപ്പ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ അത് തടഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ടീ ആണ് ആ 2 ടീയും. നടുഭാഗത്ത് ഈ 20 ഇഞ്ചിൻ്റെ പൈപ്പിൻ്റെ നടുഭാഗത്ത് നമ്മൾ പ്ലംബിങ്ങിൻ്റെ ടീ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നമ്മുടെ പൈപ്പിൽ നമ്മൾ റൗണ്ട് ഷേപ്പിലാക്കി വെച്ച പൈപ്പിൽ നമുക്ക് ടീയിൽ 2 ടീയിൽ 2 ഭാഗത്തുള്ള ടീയിലായിട്ട് നമുക്ക് കൊടുക്കാം. ഇതേപോലെ അപ്പോൾ നമ്മുടെ പ്ലംബിങ്ങിൻ്റെ ടീ കറക്റ്റ് നടുവിലായിട്ട് വരണം. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു കമ്പാണ്. ഈ കമ്പിന് പകരം നമുക്ക് PVC പൈപ്പ് ഉപയോഗിക്കാം. 1 ഇഞ്ച് PVC പൈപ്പ്. ഇത് 1 ഇഞ്ച് വണ്ണത്തിലുള്ള 6 അടി നീളത്തിൽ ഒരു കമ്പാണ് ഞാൻ എടുത്തത്. ഇനി നമുക്ക് ഈ പൈപ്പിൻ്റെ 2 ഭാഗം നമുക്ക് ഗമ്മ് അപ്ലൈ ചെയ്ത് ഒട്ടിക്കണം. ഈ 2 ഭാഗം മാത്രമേ നമ്മൾ ഒട്ടിക്കുന്നുള്ളൂ. നമ്മൾ ഫെവി കിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ആദ്യം ഒരു ഭാഗം ഒട്ടിച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗവും ഒട്ടിക്കാം. ഈ 2 ഭാഗം മാത്രമേ നമ്മൾ ഒട്ടിക്കുന്നുള്ളൂ. അതൊന്ന് നമുക്ക് നന്നായിട്ട് ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കാം 2 ഭാഗത്ത്. ഇനി നമ്മുടെ പ്ലംബിങ്ങിൻ്റെ ടീയിൽ 2 ഭാഗത്തും നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് ഹോൾസ് കൊടുക്കുന്നുണ്ട്. അത് ഡ്രില്ലിംഗ് മെഷീൻ ഇല്ലാത്തവർക്ക് പിന്നെ നമുക്ക് അതായത് കമ്പി ചൂടാക്കിയിട്ട്, അതായത് നമ്മുടെ പപ്പടക്കോലൊക്കെ ചൂടാക്കിയിട്ട് ഹോൾസ് തയ്യാറാക്കും. അപ്പോൾ 2 ഭാഗത്തും നമ്മൾ ഹോൾസ് തയ്യാറാക്കുന്നുണ്ട്. അത് നമുക്കൊരു നെട്ടും വോൾട്ടും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് നമുക്ക് പുറംഭാഗത്തേക്ക് നമ്മുടെ ഹോൾസ് പുറംഭാഗത്തേക്ക് കടന്നു വരണം.
ഇനി നമ്മൾ ഇതേപോലെ 2 സൈക്കിൾ നെട്ടും ബോൾട്ടും വാങ്ങിയിട്ടുണ്ട്. വണ്ണം കുറഞ്ഞ നെട്ടും ബോൾട്ടുമാണ്. ഇത് നമുക്ക് ഇത് 2 ഭാഗത്തായിട്ട് നമുക്ക് കൊടുക്കാം. ഇനി നമ്മൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പഴയ പാത്രം എടുത്തിട്ടുണ്ട്, ഒരു ഡബറ. ആ ഡബറയിൽ നമുക്കിത് നമ്മൾ ആദ്യം കാണിച്ച നമ്മുടെ കമ്പുണ്ടല്ലോ, ആ കമ്പ് നമുക്ക് അതിൽ ഫിറ്റ് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ കമ്പിൻ്റെ അടിഭാഗത്ത് ഒരു 3 ഇഞ്ച് ഉയരം വരെ നമ്മൾ കുറേ ഹോൾസ് തയ്യാറാക്കിയതിന് ശേഷം അതിലൊക്കെ നമ്മൾ ആണി കൊടുക്കുന്നുണ്ട്, പാതി കയറ്റിയ ആണി കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ നമ്മുടെ കോൺക്രീറ്റിൽ നിന്ന് നമ്മുടെ കമ്പ് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആണി കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ആണി കൊടുക്കുന്നത്. പാതിയാണ് നമ്മൾ മരത്തിലേക്ക് കയറ്റുന്നത്, പാതി പുറം ഭാഗത്തേക്ക് നിൽക്കുക. കുറേ ആണി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാത്രത്തിൽ നമ്മൾ നടുഭാഗത്തായിട്ട് വളരെ കറക്റ്റായിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ട്, കെട്ടി നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കോൺക്രീറ്റ് നിറയ്ക്കാം. ഇത് കോൺക്രീറ്റ് നിറച്ച് കഴിഞ്ഞ് ഇത് സെറ്റ് ആയാലിനി 24 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ സ്റ്റാൻഡ് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ അയൽ സിസ്റ്റം, പഴയ അയലൊക്കെ ഇനി മറന്നേക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഈ അയൽ മതി. ഇതേപോലെ 1-2 അയലുകൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡ്രസ്സ് വേണമെങ്കിലും ഉണക്കാൻ, നമുക്ക് ഏത് വെയിലുള്ളിടത്തിലൊക്കെ ഇത് എടുത്ത് കൊണ്ടുപോകാം. ഇതേപോലെ കൊണ്ടുപോയിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് വെക്കാം. കണ്ടില്ല? അപ്പോൾ അതിൻ്റെ അടിയിലുള്ള ഒരൊറ്റ കാര്യം പറയാനുള്ള, ഇതിൻ്റെ അടിയിലുള്ള ഈ റൗണ്ട് നമുക്ക് കുറച്ചുകൂടി വലിയ പാത്രത്തിൽ കോൺക്രീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല ബലത്തിൽ ഇത് നിൽക്കും. കുറച്ച് ചെറിയ പാത്രമായി പോയിട്ടുണ്ട്. 2 3 4 5 6 7 8 9 10 11 12 13 ഡ്രസ്സ് ഇപ്പോൾ നമ്മൾ ഇതിൽ തൂക്കിയിട്ടുണ്ട്, ഹാങ്കറിൽ തൂക്കിയിട്ടിട്ട്. ഇനി നമുക്ക് എത്ര വേണമെങ്കിലും, എത്ര ഡ്രസ്സ് വേണമെങ്കിലും ഇതിൽ ഇനിയും തൂക്കാനുള്ള സൗകര്യമുണ്ട്. കണ്ടില്ലേ? ഈ സ്റ്റാൻഡ് നമുക്ക് ഡ്രസ്സോടെ തന്നെ എടുത്തിട്ട് വെയിലില്ലാത്ത ഭാഗത്തു നിന്ന് വെയിലുള്ള ഭാഗത്തേക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ കഴിയും. അപ്പോൾ നമ്മുടെ ഈ കിടിലൻ ഡ്രസ് സ്റ്റാൻഡും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് തരിക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.